ഡിയേഴ്സ്, ഇന്ന് നമുക്ക് 2 ദിവസം കൊണ്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് സ്പ്രൗട്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉലുവയും അതുപോലെ തന്നെ ചെറുപയറും കൂടി ഒരു 18 hours സോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം മിനിമം 18 hours എങ്കിലും നിങ്ങൾ സോക്ക് ചെയ്യണം. അങ്ങനെ എളുപ്പമുള്ള കാര്യം എന്ന് വെച്ചാൽ 2 ദിവസം കൊണ്ട് നല്ല സ്പ്രൗട്ട് നമുക്കായി കിട്ടും. ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ചെറുതായിട്ട് ചെറുപയറിലൊക്കെ സ്പ്രൗട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉലുവ കുറച്ചും അതുപോലെ തന്നെ ചെറുപയർ അധികം ആട്ടോ എടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ വെള്ളം കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു ചെറുപയറും ഉലുവയും കൂടി ഉള്ളത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആകുമ്പോഴെന്ന് വെച്ചാൽ ആ ഒരു ടിഷ്യൂവിൽ മോയ്സ്റ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ നനച്ച് കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇടയ്ക്ക് ആ ടിഷ്യൂ ഒന്ന് ഉണങ്ങി തോന്നുമ്പോൾ മാത്രം ഒന്ന് നനച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ സ്പ്രൗട്ടായിട്ട് കിട്ടും. പിന്നെ ഇടയ്ക്ക് ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഒന്ന് കുടഞ്ഞ് താഴെയുള്ളത് മേലേക്കാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ഡേ ആൻഡ് സെക്കൻഡ് ഡേയിലുള്ള ഒരു സ്പ്രൗട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രാണികളൊന്നും അതും വരില്ല കേട്ടോ. ഈ ടിഷ്യൂവിൽ തന്നെ ആ വെള്ളം അബ്സോർബ് ചെയ്തെടുക്കുമ്പോഴേക്ക് പിന്നെ അതിലേക്ക് പ്രാണികളോ ഇങ്ങനെ ബ്രൗൺ കളറായി പോവുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പ്രൗട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇനി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേയിൽ ഇതിൻ്റെ ഒരു ഗ്രോത്ത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ആദ്യത്തെ ദിവസം കേട്ടോ. പിറ്റേന്ന് 24 hours കഴിഞ്ഞപ്പോഴുള്ള അതിൻ്റെ ഒരു ഗ്രോത്താണ് കാണിക്കുന്നത്. ഇത്രയും സ്പ്രൗട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഡേ എങ്ങനെയാണെന്ന് നോക്കാം. സെക്കൻഡ് ഡേ ആകുമ്പോഴേക്ക് ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് കേട്ടോ ഞാൻ എടുക്കാറ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പ്രൗട്ടഡ് ആയിട്ട് വരും. പക്ഷേ ഇത് ആവശ്യത്തിനുള്ള വലിപ്പമായിട്ടുണ്ട്. ഇനി ഒരു കണ്ടെയ്നറിലേക്ക് വീണ്ടും വേറൊരു ഫ്രഷ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇത് കുടഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ചിട്ട് നല്ല പോലെ എയർ ടൈറ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 1 to 2 weeks വരെ ഇത് ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കളർ ചേഞ്ച് ആവുകയോ ടേസ്റ്റ് വ്യത്യാസം വരികയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വേറെ ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ എയർ ടൈറ്റായിട്ട് ലോക്ക് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി സ്പ്രൗട്ട് അങ്ങനെ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ടിയില്ല. എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ ഐ ക്യാൻ റിപ്ലൈ. താങ്ക് യു.